ഇടതുപക്ഷത്തിന്റെ കയറ്റിയിറക്കങ്ങൾ കണ്ട നേതാവ്. CPI പിളർന്ന് CPM രൂപീകരിച്ച് 2 വർഷത്തിനു ശേഷം 1966 ബുദ്ധദേവ് ഭട്ടാചാര്യ CPM-ൽ ചേരുന്നത്. യുവജന സംഘടനയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ബുദ്ധദേവിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും എത്തിയ ബുദ്ധദേവ് 1977 പശ്ചിമ ബംഗാളിൽ ആദ്യ മന്ത്രിയായി. 3 പതിറ്റാണ്ടിലേറെ നീണ്ട CPM ഭരണത്തിൽ പങ്കാളിയായും നായകനായും തിളങ്ങിയ അതേ ബുദ്ധദേവ് പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ CPM സ്ഥാനാർത്ഥി പോലും നിയമസഭയിൽ ഇല്ലാത്ത കാലത്തും ബുദ്ധദേവ് സാക്ഷിയായി. 1944 മാർച്ച് 1 വടക്കൻ കൊൽക്കത്തയിലാണ് ഭട്ടാചാര്യ ജനിച്ചത്. 1966 CPM പ്രാഥമിക അംഗമായി. 1968 DYFI പശ്ചിമ ബംഗാൾ സംസ്ഥാന ഘട്ടത്തിന്റെ സെക്രട്ടറിയായി. 1971 CPM പശ്ചിമ ബംഗാൾ സംസ്ഥാന കമ്മിറ്റിയിലേക്കും തുടർന്ന് 1982 സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1985 കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും 2000 പോളിറ്റ് ബ്യൂറോ അംഗമാവുകയും ചെയ്തു. 1977 ബംഗാൾ മന്ത്രിസഭയിലെത്തിയത്. 1996 ആഭ്യന്തരമന്ത്രിയും 1999 ഉപമുഖ്യമന്ത്രിയുമായി ബുദ്ധദേവ്. 2000 മുതൽ 2011 വരെ 3 തവണകളിലായിട്ടാണ് മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചത്. 2011 തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനോട് പരാജയപ്പെട്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പടിയിറങ്ങുമ്പോൾ 34 വർഷം നീണ്ടുനിന്ന ബംഗാളിലെ CPM ഭരണകാലത്തിനു കൂടിയാണ് അന്ത്യമായത്. ജ്യോതി ബസു സർക്കാർ ആഭ്യന്തരമന്ത്രിയായും ഉപമുഖ്യമന്ത്രിയുമായി. പിന്നീട് മുഖ്യമന്ത്രി പദത്തിലെത്തി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീഴ്ചയടിച്ച തൃണമൂൽ തരംഗത്തിൽ വെറും 40 സീറ്റാണ് CPM-ന് കിട്ടിയത്. ജദബ്പൂരിൽ 16,000 വോട്ടിന് ബുദ്ധദേവ് തോറ്റത് CPM-നെ മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തെ ആകെ ഞെട്ടിച്ചു. തോൽവിക്ക് ശേഷവും ബുദ്ധദേവ് സജീവമായിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു. 2015 അദ്ദേഹം PB കേന്ദ്ര കമ്മിറ്റി സ്ഥാനങ്ങൾ ഒഴിഞ്ഞത്. യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ച് കമ്മ്യൂണിസ്റ്റ് പാതയിലൂടെ വളർന്ന ബുദ്ധദേവ് 10 വർഷം റൈറ്റേഴ്സ് കെട്ടിടത്തിലിരുന്ന് ബംഗാൾ ഭരിച്ചു. ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ നിർണായകമായ 10 വർഷങ്ങളായിരുന്നു അത്. ബംഗാൾ മുഖ്യമന്ത്രിയായിരിക്കെയും ബാഗിഗഞ്ചിലെ 2 മുറി ഫ്ളാറ്റിലായിരുന്നു ബുദ്ധദേവിന്റെ താമസം. കൊൽക്കത്തയുടെ തിയേറ്ററുകളിൽ നാടകവും സിനിമയും കാണാൻ അധികാരത്തിന്റെ ജാടകളില്ലാതെ എത്തിയിരുന്ന മുഖ്യമന്ത്രി. കമ്മ്യൂണിസ്റ്റ് രീതികളും ലാളിത്യവും തിരിച്ചടികൾക്കിടയിലും കൈവിടാത്ത വ്യക്തിയായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ. ജ്യോതി ബസുവിന്റെ പിന്മുറക്കാരൻ ആരാകുമെന്നതിന് ആശയക്കുഴപ്പം പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ സർക്കാരിന്റെ വികസന നയത്തിൽ ആശയക്കുഴപ്പം ദൃശ്യമായിരുന്നു. 23.5 വർഷത്തെ ജ്യോതി ബസു തുടർച്ചയായ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് ശേഷം അധികാരമേറ്റെടുത്ത ബുദ്ധദേവ് വ്യവസായങ്ങളോടുള്ള പാർട്ടി നയം മാറ്റി ബംഗാളിൽ വികസനം കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. സ്വകാര്യ കമ്പനികളിലൂടെ സംസ്ഥാനത്ത് നിക്ഷേപം എത്തിച്ച് വികസന മുരടിപ്പും തൊഴിലില്ലായ്മയും മാറ്റുക എന്ന ലക്ഷ്യം ബുദ്ധദേവ് ആവർത്തിച്ചു. കടുപ്പമേറിയ തീരുമാനങ്ങൾ പക്ഷേ ബുദ്ധദേവ് സർക്കാരിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അടിത്തറ ഇളക്കുന്നതിലേക്കാണ് കൊണ്ടുചെന്നെത്തിച്ചത്. ഭരണത്തിന്റെ ആദ്യ 5 വർഷങ്ങൾ IT രംഗത്തടക്കം മുന്നേറ്റം ബുദ്ധദേവിനും സർക്കാരിനും കയ്യടി നേടിക്കൊടുത്തു. 2006 വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ മടങ്ങിയെത്തിയെങ്കിലും ബുദ്ധദേവിനെ കാത്തിരുന്നത് വലിയ പ്രതിസന്ധികളായിരുന്നു. 2007 നന്ദിഗ്രാമത്തിൽ ബുദ്ധദേവ് നടപ്പാക്കാൻ ആഗ്രഹിച്ചത് വ്യാവസായിക വിപ്ലവമായിരുന്നു. എന്നാൽ സമരങ്ങളും വെടിവെപ്പും തൃണമൂലിന്റെയും മമതയുടെയും ഉയർച്ചയ്ക്ക് വഴിവെച്ചു.